വക്കാലത്ത് നാരായണൻകുട്ടി വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രി ശശിധരക്കുറുപ്പിനെതിരെ ഫയൽ ചെയ്ത കേസ് പാലക്കാട് ജില്ലാ കോടതിയിൽ ഇന്ന് വിചാരണയ്ക്കെടുക്കും. വക്കാലത്ത് നാരായണൻകുട്ടി പ്രതിക്കെതിരായ തെളിവുകളുമായി കോടതിയിൽ ഹാജരാകുമെന്ന് ഞങ്ങളുടെ പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാന മന്ത്രിസഭയുടെ നിലനിൽപ്പിനെ തന്നെ നിർണ്ണയിക്കാൻ പോകുന്ന ഈ നിയമയുദ്ധത്തിന്റെ ഫലം ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുപോലെ ഉത്കണ്ഠയോടെ ഉറ്റുനോക്കുന്ന ഒന്നാണ്. മാനം രക്ഷിക്കാനുള്ള വല്ല വകുപ്പും കണ്ടുപിടിക്കണോ വക്കീലേ? ഒരു പോയിന്റ് ഉണ്ട്. കോടതി അന്യായത്തിനെ സംബന്ധിച്ച് നിയമപരമായി വിവരങ്ങൾ ശേഖരിച്ചത് 1 വർഷത്തിന് ശേഷമായതുകൊണ്ട് വകുപ്പ് 9 പ്രകാരം അത് നിൽക്കില്ല, കമഴ്ന്നടിച്ചു വീഴും, കേസ് ചളമാവും. വകുപ്പ് 10 ക്രിമിനൽ നടപടി നിയമം 202 പ്രാധാന്യമുണ്ട്. ആരാടോ ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കണത്? അവന്റെയൊക്കെ ഒടുക്കത്തെ വകുപ്പ് നിയമവും. വക്കീലെ, ഈ കേസിലെ പരമാവധി ശിക്ഷ വെറും 3 മാസത്തെ തടവാ. എനക്കതറിയാം. നമ്മൾ എത്ര പ്രാവശ്യം ജയിലിൽ കിടന്നതാ. അറിയാം. അനക്കറിയാം, ഓരറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ മന്ത്രിയായി. ഇപ്പൊ വിദ്യുച്ഛക്തി മന്ത്രിക്ക് വക്കാലത്ത് നാരായണൻകുട്ടീന്റെ ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് പത്രത്തിലെ തലക്കെട്ട്. ആ വഴിക്കൊന്ന് ആലോചിച്ചാലോ സാർ? സാറിന് മെന്റൽ ആണെന്ന് പറഞ്ഞൊരു ഷോക്ക് ട്രീറ്റ്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചാലോ? എടോ, ഒരു സർട്ടിഫിക്കറ്റ് തിരുത്തിയതിന്റെ ഊരാക്കൂട് കഴിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മറ്റൊരു സർട്ടിഫിക്കറ്റ്. വക്കീലെ, വെള്ളത്തിൽ കിടക്കണ തവളയ്ക്ക് കരിക്ക് വെട്ടി കൊടുക്കല്ലേ. വക്കീല് പല വകുപ്പും പറയും. വല്ലത് നടക്കണ പോലീസിന്റെ വകുപ്പ് നടക്കൂ. അവനൊന്നും കോടതിയിൽ ഹാജരാവാൻ പാടില്ല, അല്ലേ സാർ? അങ്ങനെ വല്ലതും ചെയ്യും ഇന്നലെ ചന്ദ്ര. ഫോട്ടോ സെറ്റ് ഉള്ളോ? ഒറിജിനൽ ബുക്ക് എന്തി? ആ പൊല്യൂഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് നീങ്ങിക്കേ. ബുക്ക് എടുക്ക. ഡിക്കി തുറക്കണോ? സർ, അവൻ ഇന്ന് കോടതിയിൽ കൃത്യസമയത്ത് എത്തരുത്. ഓക്കെ? രാവിലെ കോടതി പോകാൻ വേണ്ടി ധൃതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാ വഴിയിൽ ഒരു ബ്ലോക്ക്. ഞാൻ വിചാരിച്ചു വലിയ ആക്സിഡന്റ് ആയിരിക്കും. അപ്പോഴാണ് ആരോ പറഞ്ഞത് പോലീസ് ചെക്കിംഗ് ആണെന്ന്. നോക്കിയപ്പോ സാറ്. പിന്നെ ഞാൻ വിചാരിച്ചു മാസം അവസാനം ആവുമ്പോഴാണല്ലോ പരിപാടി. ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന നികുതി അടച്ച രസീത്, ഇൻഷുറൻസ് പേപ്പർ, എവരിതിങ് ഓക്കെ. എത്രയും പെട്ടെന്ന് നോക്കി ഒഴിവാക്കി തന്ന വലിയ ഉപകാരം. 11 മണിക്ക് കോടതിയിൽ എത്താനുള്ള. ലൈസൻസ് എടുക്കടാ. ഓ, ലൈസൻസ് എടുക്കടാ. അതല്ലേ ഇപ്പൊ തന്നത്? എപ്പോ തന്നു? എന്തോ? ഓ, അങ്ങനെ. ഓ, ഇപ്പൊ ഇങ്ങനെയാ. സാറേ, ഇത് വക്കാലത്ത് നാരായണൻകുട്ടിയാ. അയാളോട് നിയമം പറഞ്ഞാലേ സാറിന് ഉത്തരം മുട്ടി പോവും. ഇവൻ നിയമം പറഞ്ഞോണ്ടിരുന്നോട്ടാ. അതിന് ആക്ഷൻ എടുക്കാൻ അധികാരം ഇരിക്കുക. ഇവനെ ജീപ്പിലേക്ക് എടുക്കടാ. ഇവനെ സ്കൂട്ടർ സ്റ്റേഷനിലേക്ക് എടുക്കടാ. സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രൻ സാർ, ഒരു നാരായണൻകുട്ടിയുടെ വഴിമുടക്കുന്നതിന് എന്തിനാണ് ഇത്രയും പാവങ്ങളിട്ട് വട്ടച്ചിട്ടിരിക്കുന്നത്? ഒരു പൊതുജന സേവകനായ സാറിപ്പോ ഫലത്തിൽ ഒരു പൊതുജന ശത്രുവായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ ജനങ്ങൾ എന്നോടൊപ്പം ഉള്ള കാലം വരെ എനിക്ക് വക്കാലത്ത് നാരായണൻകുട്ടിനെ വെറുതെ വിട്ടില്ല. എന്ത് ചെയ്യുന്നു?